ജാർഖണ്ഡിൽ തിരഞ്ഞെടുപ്പൊരുക്കങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നണികൾ അണിയറയിൽ കാര്യമായ കരുനീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. ദേശീയ തലത്തിലെ മത്സരത്തിന്റെ ഒരു ചെറു പരിച്ഛേദമാണ് ജാർഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പിലും കാണാൻ പോകുന്നത്. എൻഡിഎയും ഇന്ത്യ സഖ്യവും നേർക്കുനേർ നിൽക്കുന്ന സാഹചര്യത്തിൽ സീറ്റ് വിഭജന ചർച്ചകൾ ഉൾപ്പെടെ ചിലയിടത്ത് പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ ജാർഖണ്ഡിൽ തങ്ങളുടെ സ്വാധീനം തിരികെ പിടിക്കാനും ഭരണത്തിലേറാനും ഏതറ്റം വരെയും പോവാൻ ഉറച്ചെത്തുന്ന ബിജെപിക്ക് തുടക്കത്തിലെ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഔദ്യോഗികമായി സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെങ്കിലും സംസ്ഥാനത്ത് ബിജെപിയുടെ സഖ്യ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് ഏകദേശ ധാരണ വന്നു കഴിഞ്ഞു. ദേശീയ തലത്തിൽ എൻഡിഎയിൽ അംഗമായ ജെഡിയു ജാർഖണ്ഡിൽ ബിജെപിക്കൊപ്പം തന്നെ നിൽക്കുമെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ അതിന് ബിജെപി വലിയ വില നൽകേണ്ടി വരുമെന്നും സൂചനയുണ്ട്. ബീഹാർ മന്ത്രിയും നിതീഷ് കുമാറിന്റെ അടുത്ത അനുയായിയുമായ ജമാ ഖാൻ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് ഒരു സൂചന നൽകിയിരുന്നു. സഖ്യം സംബന്ധിച്ച തീരുമാനമെടുക്കുക നിതീഷ് കുമാർ ആണെന്നാണ് മന്ത്രി പറയുന്നത്. കൂടാതെ ബീഹാറിൽ നല്ല രീതിയിൽ ഭരണം നടത്തി വികസനം എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച വ്യക്തിയാണ് നിതീഷ് എന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ജാർഖണ്ഡ് തിരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാർ നയിച്ചാൽ അവിടെയും ജെഡിയു ജയിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. നിലവിലെ സാഹചര്യത്തിൽ ജെഡിയുവിനെ മത്സര രംഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ ബിജെപിയെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികളാണ്. കാരണം കീറാമുട്ടിയാവുക സീറ്റ് വിഭജനം തന്നെയാണ്. പ്രധാനമായും ജാർഖണ്ഡിൽ ഭരണം പിടിക്കാനൊരുങ്ങുന്ന ബിജെപി കൂടുതൽ സീറ്റുകൾ ഒറ്റയ്ക്ക് മത്സരിക്കാനാവും ഒരുങ്ങുന്നത്. എന്നാൽ ജെഡിയു കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുമെന്നാണ് ലഭ്യമായ വിവരം. പാർട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ ഇത് സംബന്ധിച്ച് സൂചന നൽകിയിട്ടുണ്ട്. പക്ഷേ ബിജെപി ഒരു സീറ്റ് മാത്രമാണ് ജെഡിയുവിന് നൽകാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് മറ്റൊരു റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ മുന്നണിയിൽ അത് തുടക്കത്തിലെ കല്ലുകടിക്ക് ഇടയാക്കുമെന്നും ഉറപ്പാണ്. ഇതാണ് ബിജെപിയെ അലട്ടുന്ന പ്രധാന കാര്യം. ഒറ്റ സീറ്റിൽ ജെഡിയുവിനെ ഒതുക്കാൻ കഴിയുമോ അവർക്ക് എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. മറ്റ് സഖ്യകക്ഷികളുമായുള്ള ബന്ധം വഷളാവാതിരിക്കാനാണ് ബിജെപി ജെഡിയുവിന്റെ സീറ്റ് വെട്ടിച്ചുരുക്കുന്നത് എന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ ജെഡിയു സ്വീകരിക്കുന്ന നിലപാടിൽ ഇതിൽ നിർണായകമാകും. അതേസമയം ഇവിടെ വോട്ടെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അധികം വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുമെന്നാണ് കരുതപ്പെടുന്നത്. സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ നേരിട്ടെത്തി കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജാർഖണ്ഡിൽ വോട്ടെടുപ്പിന് മുൻപ് തന്നെ മുന്നണികൾ തമ്മിലുള്ള പോർമുഖം തുറന്നു കഴിഞ്ഞു. കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി നിരവധി മാറ്റങ്ങളിലൂടെയാണ് ജാർഖണ്ഡ് രാഷ്ട്രീയം കടന്നുപോകുന്നത്. ദേശീയ തലത്തിലെ പോരാട്ടങ്ങളുടെ ആവർത്തനമെന്ന പോലെ സംസ്ഥാനത്ത് ഇന്ത്യ സഖ്യവും എൻഡിഎയും തമ്മിലാണ് ഏറ്റുമുട്ടുക. ഇരു മുന്നണികളും തികഞ്ഞ പ്രതീക്ഷയോടെ തന്നെയാണ് ഇക്കുറി തിരഞ്ഞെടുപ്പ് ഗോധയിലേക്ക് ഇറങ്ങുന്നത്. ഹേമന്ത് സോറൻ നയിക്കുന്ന ജെഎംഎം തന്നെയാണ് സംസ്ഥാനത്ത് ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന പ്രധാന കക്ഷി. ജയിൽ മോചിതനായി എത്തിയ ഹേമന്ത് സോറന്റെ കരുത്ത് കുറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിക്കൊപ്പം കോൺഗ്രസ്, ആർജെഡി, സിപിഐ, എംഎൽ എന്നിവർ മുന്നണിയുടെ ഭാഗമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മിന്നുന്ന നേട്ടമാണ് അവർ സ്വന്തമാക്കിയത്. 5 സീറ്റുകളാണ് അവർ സംസ്ഥാനത്ത് നിന്ന് നേടിയത്. ഇതേ മികവ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ കഴിയുമോ എന്നാണ് ഇന്ത്യ സഖ്യം ഉറ്റുനോക്കുന്നത്.